ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കസ്റ്റഡിയിൽ. പ്രത്യേക അന്വേഷണ സംഘമാണ് കസ്റ്റഡിയിലെടുത്തത്. ഉടൻ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കും. വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ UDF സർക്കാരിന്റെ സമ്മർദ്ദത്തിൽ, രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ നടക്കുന്നു എന്ന ഒരു വിവരം കൂടി ഈ കുറച്ച് മണിക്കൂറുകൾ മുൻപ് PS പ്രശാന്ത് പങ്കുവയ്ക്കുകയുണ്ടായി. ഇതേ തുടർന്നാണ് ഇപ്പോഴും അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഏതായാലും ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏതായാലും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കരകുളത്തുള്ള വസതിയിലെത്തിയാണ് അദ്ദേഹത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരിക്കേണ്ടതുണ്ട്. ഏതായാലും ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് നിലവിലേതായാലും ലഭിക്കുന്ന വിവരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെയാണ് PS പ്രശാന്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, രാഷ്ട്രീയ പ്രേരിതമായി തന്നെ പ്രതിപട്ടികയിൽ ചേർത്തു. അതോടൊപ്പം തന്നെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങളും UDF സർക്കാർ നടത്തുന്നുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം, രാഷ്ട്രീയപരമായിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ പ്രതിപട്ടികയിൽ ചേർത്തതും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു കസ്റ്റഡിയിൽ എടുക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രതിപട്ടികയിൽ PS പ്രശാന്തിനെ ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമായിരുന്നു. അതും കൃത്യമായി അന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ട് PS പ്രശാന്ത് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അതിൽ PS പ്രശാന്ത് പറഞ്ഞത് ഇത് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം രാഷ്ട്രീയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് SIT ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. SIT എന്ത് നടപടി സ്വീകരിച്ചാലും അത് ആ രീതിയിൽ തന്നെ നിയമപരമായി നേരിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും അന്ന് PS പ്രശാന്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയാണ് ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം രാഷ്ട്രീയപരമായി തന്നോട് വലിയ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ കേസിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദേവസ്വം ബോർഡിനെ കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം അതുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പാണ് പ്രത്യേക അന്വേഷണ സംഘം നിലവിലിപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് PS പ്രശാന്തിനെ. ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും ഇനിയിപ്പോൾ ഉടൻ തന്നെ ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇത് രാഷ്ട്രീയ പ്രേരിതമായ രീതിയിൽ തന്നെയാണ് ഈ കേസിന്റെ പോക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. കാരണം ഈ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ, അതായത് സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ PS പ്രശാന്തിന്റെ കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഹൈക്കോടതി തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. PS പ്രശാന്തിന്റെ കാലത്ത് ദേവസ്വം ബോർഡിനുണ്ടായ ഒരു വീഴ്ച എന്ന് പറയുന്നത് അത് ദേവസ്വം കമ്മീഷൻ ഹൈക്കോടതി കമ്മീഷനെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു. അഭിഭാഷക കമ്മീഷനെ അറിയിക്കാത്തതിലുള്ള ഖേദപ്രകടനമടക്കം അന്ന് ദേവസ്വം ബോർഡ് നടത്തിയിരുന്നു. പക്ഷെ അത് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് എന്നുള്ളത് അന്ന് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ അന്ന് നടത്തിയ ദ്വാരപാലക ശില്പങ്ങളിലെ അറ്റകുറ്റപ്പണി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള തർക്കവും ഹൈക്കോടതി അന്ന് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി തന്നെയായിരുന്നു ഇതിന്റെ അറ്റകുറ്റപ്പണിക്ക് ശേഷം അത് ശബരിമലയിൽ പ്രതിഷ്ഠിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇനി ഏത് രീതിയിൽ PS പ്രശാന്തിനെ ഇതിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, എന്തൊക്കെ ചാർജുകളായിരിക്കും ചുമത്തുക എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതാണ്.